കൊടകരയിൽ കെട്ടിടം തകർന്ന് വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മറ്റൊരാളെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 17 പേരായിരുന്നു ഈ പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. ഇടിഞ്ഞു വീഴുമ്പോൾ മൂന്ന് പേരൊഴികെ മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടതിൽ ഒരാളെ നേരത്തെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ മറ്റൊരാൾക്ക് ഇപ്പോൾ ജീവഹാനി ഉണ്ടായി എന്നാണ് വാർത്ത വരുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, അപ്പോൾ ഇനിയിപ്പോൾ ആരും ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? 2 പേരെ രക്ഷപ്പെടുത്തി, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എസ്കേൻ അങ്ങനെയല്ല. എസ്കേൻ ഈ രക്ഷപ്പെടുത്തിയതിൽ ഒരാളാണ്, അയാളുടെയാണ് മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ആളുടെ, അതായത് ഈ കൊണ്ടുപോകുന്ന സമയത്ത് തീർത്തും അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്ന അയാൾക്കാണ് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് ഈ പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരാളെ കൂടി ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം ഇവിടെ തുടരുകയാണ്. വലിയ ഈ സന്നാഹങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിന് കാര്യമായ കാലപ്പഴക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ JCBയും അതോടൊപ്പം തന്നെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആദ്യഘട്ടത്തിൽ ഒരു JCB ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ 2 JCB ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ കെട്ടിടം നീക്കം ചെയ്യുകയാണ്. ഇതിനകത്തായിരുന്നു, അതായത് വലിയ സ്ലാബുകളാണ് ഇത്, ഇരുനില കെട്ടിടമായതുകൊണ്ട് തന്നെ വലിയ സ്ലാബുകളാണ്. ഈ സ്ലാബുകൾക്കടിയിലായിരുന്നു ഈ 2 പേരും പെട്ടിരുന്നത്. അങ്ങനെയാണ് അതിൽ ഒരാൾക്ക് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. പക്ഷെ ഈ രക്ഷിച്ച 2 പേരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരാളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഈ കെട്ടിടത്തിലായിരുന്നു, ഈ ഇരുനില കെട്ടിടത്തിലായിരുന്നു ഈ 17 പേർ അടങ്ങിയ തൊഴിലാളികൾ അവർ താമസിച്ചിരുന്നത്. അതിൽ രാവിലെ ഇവർ 6 മണിക്ക് ഈ ജോലിക്ക് പോകുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവർ ഇറങ്ങുന്ന സമയത്താണ് ഈ കെട്ടിടം പൊടുന്നനെ വലിയ ശബ്ദത്തോടു കൂടി തകർന്നു വീഴുന്നത്. ആ സമയത്ത് ഈ ഒപ്പമുണ്ടായിരുന്ന 14 പേർ അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഈ 3 പേർക്ക് മാത്രം ഇതിന് പുറത്തേക്ക് ഓടി ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇവരാണ് ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങിപ്പോയത്. ആ 3 പേരായിരുന്നു ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങിപ്പോയിരുന്നത്. ഈ വലിയ സ്ലാബുകളാണ്. ഈ സ്ലാബ് ഈ JCBയും അതോടൊപ്പം തന്നെ വടമൊക്കെ ഉപയോഗിച്ച് തള്ളി മാറ്റിയതിനു ശേഷം, മറിച്ച് നീക്കിയതിനു ശേഷമാണ് അതിനടിയിൽ നിന്ന് ഇപ്പോൾ ഈ 2 പേരെ കണ്ടെത്തിയിരുന്നത്. അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ബാക്കി ഇനിയിപ്പോൾ ഒരാളെ കണ്ടെത്താനുള്ള അതിനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, കൂടുതൽ ഇടത്തെ മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ഈ കെട്ടിടത്തിന് തീർത്തും കാലപ്പഴക്കമുണ്ട്. സ്വാഭാവികമായും ഈ ഉടമയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മഴ ശക്തമായിരുന്നു, കഴിഞ്ഞ ഏതാനും ദിവസമായി മഴ ശക്തമായിരുന്നു. അതേ തുടർന്ന് ഈ മണ്ണുകൊണ്ടുള്ള ചുവരാണ്. അപ്പോൾ ആ ചുവരിൽ ഈർപ്പം തട്ടി നിന്നാകാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 2 JCB ഉണ്ട്, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ഹിറ്റാച്ചി പ്രവർത്തിക്കുന്ന ആ ഭാഗത്ത് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതാണ് കാണുന്നത്. മുകളിലത്തെ നില കൂടി പൊളിച്ചു മാറ്റി കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വലിയ സ്ലാബുകൾക്കിടെ അടിയിൽ നിന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നത്. ഇനിയിപ്പോൾ 2 പേരെ കിട്ടി. അതിൽ ഒരാളെ കൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. എസ്കേൻ, കൊടകരയിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പഴയ കെട്ടിടമായിരുന്നു ഇത്. 3 പേർ, 17 പേര് ഈ കെട്ടിടത്തിൻ്റെ തകർന്നു വീഴുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. 3 പേർ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയി. ഇതിൽ ഒരാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു, ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയും വരുന്നു. ഒരാൾ കൂടി ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. മാത്രമല്ല, ഈ കൊടകരയ്ക്കടുത്ത് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്നു എന്ന് ചില പ്രേക്ഷകർ നമ്മളെ അറിയിക്കുന്നുണ്ടല്ലോ. സൂരജ് സജി, അങ്ങനെയും സംഭവം ഉണ്ടാകുന്നുണ്ടോ? എസ്കേൻ, ഒരാളെ കൂടിയാണ് എസ്കേൻ കിട്ടാനുള്ളത്. അതിൽ 2 പേരെ ഇപ്പോൾ ഇതിനോടകം തന്നെ കിട്ടി. അവർ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. വലിയ ഭാരമേറിയ സ്ലാബുകളാണ്. അപ്പോൾ ആ സ്ലാബ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ തുടരുന്നത്. നമുക്ക് കാണാം, ആ സ്ലാബ് പൊട്ടിച്ച് ഓരോ ഭാഗങ്ങളാക്കിക്കൊണ്ട് അത് എടുത്തുയർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആ സ്വാഭാവികമായ സ്ലാബിനടിയിൽ
കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നാട്ടുകാരും ചേർന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ലാബ് എടുത്ത് ഒരാൾക്ക് ജീവഹാനി ഉണ്ടായി എന്നാണ് സൂരജ് സജ്ജി റിപ്പോർട്ട് ചെയ്യുന്നത്.